മൈഗ്രെയിൻ ആക്ച്വലി ക്യൂർ ഉണ്ടാവോ? അതായത് ഒരാൾക്ക് പരിപൂർണമായിട്ട് മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ പറ്റുമോ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ? അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ മാത്രം പറ്റുള്ളൂ? എന്താ ആസ് എൻ എക്സ്പെർട്ട് അഡ്വൈസ് ചെയ്യുന്നത്? അല്ല, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു തലവേദന, ഒരു ടൈപ്പ് തലവേദനയാണ് മൈഗ്രെയിൻ. തലവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. നമ്മൾ ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് ഉണ്ട്, വാസ്കുലർ ഹെഡേക്ക്, പല പല കാരണങ്ങളുണ്ട്. അത് പേടിക്കാനുള്ള ഒരു കാരണമാണ് റേസ്ഡ് ICP ഹെഡേക്ക്, അതായത് തലച്ചോറിനകത്ത് പ്രഷർ കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹെഡേക്ക്. അതാണ് ന്യൂറോ സർജൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശ്രദ്ധിക്കുന്നത്. തലയോട്ടിക്കകത്ത് 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് തലച്ചോറ്, ഒന്ന് കുറച്ച് രക്തം ഒഴുകുന്ന രക്തം, പിന്നെ ബ്രെയിനിലുള്ള ഒരു ദ്രാവകമുണ്ട്, CSF എന്ന് പറയും. ഈ 3 ഘടകങ്ങളേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും. അപ്പോൾ അതിൽ പേടിക്കാനുള്ളത് ട്യൂമറാണ്. ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുക, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴാണ് റേസ്ഡ് ഇൻട്രാക്രൈനൽ പ്രഷർ ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഹെഡേക്കാണ് നമുക്ക് ന്യൂറോ സർജനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ള തലവേദനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് അവർ എണീക്കും. രാവിലെ 3 മണി 4 മണിക്ക് അവർ ഉറക്കത്തിൽ നിന്ന് എണീക്കും. എന്നിട്ട് ഛർദ്ദിക്കും. ഛർദ്ദിച്ച് കഴിയുമ്പോൾ തലവേദന കുറയും. മൈഗ്രെയിൻ ഈ പറഞ്ഞ മാതിരി. അപ്പോൾ ഇതാണ് ന്യൂറോ സർജനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്ന ഹെഡേക്ക് ഇതാണ്. ബാക്കിയുള്ള ഈ തലവേദനയുടെ പ്രധാനപ്പെട്ട തലവേദനകളും കൂടുതലും ന്യൂറോ ഫിസിഷ്യൻ്റെ അടുത്ത് പോകുന്നു. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് ഈ മൈഗ്രെയിൻ. മൈഗ്രെയിനിൽ തന്നെ മൈഗ്രെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇതുപോലെ വളരെ ഡിസേബിളിംഗ് ആണ്. ഒരു ഭാഗത്തായിരിക്കും, തലയുടെ ഫേസിൻ്റെ അല്ലെങ്കിൽ തലച്ചൻ്റെ അവർക്ക് ഒരു സൈഡിലോട്ടായിരിക്കും. അതിൽ ഈ മൈഗ്രെയിൻ വിത്ത് ഓറ വിത്തൗട്ട് ഓറ, നേരത്തെ പറയാം അപസ്മാരത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരി ചിലവർക്കത് വരാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റും. മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്ന്. അത് ഈ പറഞ്ഞ മാതിരി ഫ്ലാഷസ് ഓഫ് ലൈറ്റ്സ് ആയിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ ഒരു അസ്വസ്ഥത, അവർക്ക് വരാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റും. ഇത് വന്നു കഴിഞ്ഞാലോ അവർക്ക് തലവേദന ഉള്ള സമയത്ത് ശബ്ദം കേൾക്കണ്ട, വെളിച്ചം കാണുന്നത് ദേഷ്യം, ഒരു ഇരുണ്ട മുറിയിൽ അടച്ചിരിക്കുക. എന്നിട്ട് ചിലപ്പോൾ അത് 1-2 ദിവസം വരെ നീണ്ടുപോകും. അല്ലെങ്കിൽ തലവേദന കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം 1-2 ദിവസം വരെ നീണ്ടുപോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ മൈഗ്രെയിൻ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി പല നൂതനമായ മരുന്നുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അത് അബോർട്ട് ചെയ്യാൻ പറ്റും, അറ്റാക്ക് അബോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവർക്കൊക്കെ അറിയാൻ പറ്റും. മൈഗ്രെയിൻ വരുന്നവർക്ക് എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവർക്കും ഇത് വരാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റും. അപ്പം ആ സമയത്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ എടുക്കാവുന്ന സ്പ്രേ ഉണ്ട്, നേസൽ സ്പ്രേസ് ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അറ്റാക്കിനെ അബോർട്ട് ചെയ്ത് സുഖം പ്രാപിക്കും. അപ്പോൾ പിന്നെ പക്ഷെ ചില കോംപ്ലിക്കേറ്റഡ് മൈഗ്രെയിൻ എന്നൊക്കെ പറഞ്ഞുണ്ട്, ഹെമിപ്ലീജിക് മൈഗ്രെയിൻ, പല തരത്തിലുള്ള മൈഗ്രെയിൻ ഉണ്ട്. ഈ മൈഗ്രെയിൻ വിത്ത് ഓറ അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ ഈ പറഞ്ഞ പോലെ മെഡിസിൻസിൽ കൂടെ ഒരു പരിധി വരെ നന്നായിട്ട് ചികിത്സിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഇതിപ്പോൾ മൈഗ്രെയിൻ ചികിത്സിക്കുന്ന നാട്ടുവൈദ്യന്മാരൊക്കെ ഉണ്ട്. അതായത് ഒറ്റ ദിവസത്തെ ഒറ്റ മൂലി എന്നൊക്കെ പറഞ്ഞ്, അതായത് ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് മാറും, സുഖപ്പെടും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് വിശ്വസിച്ച് പോയിട്ട് ആ ഒറ്റ മൂലയൊക്കെ എടുക്കാൻ പറ്റുമോ? അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും ഞാൻ കൊടുക്കുക. കാരണം എനിക്ക് പരിചയമില്ലാത്തൊരു സിസ്റ്റം ഓഫ് മെഡിസിനെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. ട്രൈ ചെയ്ത് പറഞ്ഞ മാതിരി അതേ മൈഗ്രെയിന് മാത്രമല്ല എല്ലാ അസുഖങ്ങൾക്കും, ക്യാൻസറും പോലെയുള്ള മാരകമായിട്ട് അസുഖങ്ങൾക്കും ഇതുപോലെ നാട്ടുവൈദ്യം പല മരുന്നുകളും ഉണ്ട്. അത് കഴിക്കുന്നവരുണ്ട്, സുഖം പ്രാപിക്കുന്നവരും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി കൂടെ. ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇപ്പം എല്ലാവർക്കും ഒരു 100 പേർക്ക് ഈ ചികിത്സയിൽ കൂടി ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സയൻറ്റിഫിക് ആയിട്ട് പഠനങ്ങൾ കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. ഈ ഒറ്റപ്പെട്ട 1-2 കേസസ് വെച്ച് നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് ഇയാൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടൊരു മെഡിസിൻ ഉണ്ട്, ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ആ മെഡിസിൻ എടുത്ത് കഴിക്കുക, അപ്പോൾ അത് ക്യൂർ ആവും. പിന്നെ അടുത്ത തവണ വരുമ്പോൾ പിന്നെയും പോയിട്ട് കഴിക്കുക. ഇത്തരം ഈ മൈഗ്രെയിൻ വരുമ്പോൾ ഇത്തരം മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെൽത്തി ആണോ കണ്ടിന്യൂസ്ലി? അതെ, മൈഗ്രെയിൻ പറഞ്ഞ പോലെ മൈഗ്രെയിൻ വരാതിരിക്കാനോ ഉള്ള മരുന്നോ ട്രീറ്റ്മെൻറ്റോ ഇല്ല. മൈഗ്രെയിൻ ഉള്ള ആൾക്ക് ഇതുപോലെ ഈ മരുന്ന് കയ്യിൽ വെക്കുക, ഇത് വരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ അബോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ചിലത് മൈഗ്രെയിൻ വരാതിരിക്കാൻ വേണ്ടി കുറച്ച് നാൾ നീണ്ട് കഴിക്കുന്ന ഫ്ലൂനാരസീൻ അല്ലെങ്കിൽ പ്രോപ്രാനോൾ പോലെ ചില മരുന്നുകളുണ്ട്. അതിങ്ങനെ കുറേ കാലം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മൈഗ്രെയിൻ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ കഴിക്കുന്ന ഈ മരുന്നുകളുണ്ട്. പക്ഷേ നിശേഷം ഇത് വരാതിരിക്കാനും ഭാവിയിൽ ഈ ഒരു കോഴ്സ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപസ്മാരത്തിൻ്റെ കാര്യം സക്സസ്ഫുൾ അപസ്മാര സർജറി കഴിഞ്ഞാൽ, എപ്പിലെപ്സി സർജറി കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ പറ്റുന്ന പോലെ അങ്ങനെ ഒരു സർജറിയിൽ കൂടി ഇനി നിങ്ങൾക്ക്
മൈഗ്രെയിനെ വരത്തില്ല എന്ന് പറയാൻ ഉള്ള രീതിയിലുള്ള ചികിത്സാ രീതികളില്ല. ഇല്ല. എനിക്ക് സ്ഥിരമായിട്ട് തലവേദന വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എനിക്ക് വരുന്നത് വെറും തലവേദന മാത്രമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഗതിയാണോ എന്ന് ഞാനിപ്പോൾ എങ്ങനെ അറിയാം? അതിൻ്റെ രോഗലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പേടിക്കാനുള്ള തലവേദനയാണെങ്കിൽ ഏർലി മോർണിംഗ് ഹെഡേക്ക് എന്ന് പറയും. രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന ഹെഡേക്ക് വളരെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുക, ഛർദ്ദിച്ച് കഴിയുമ്പോൾ തലവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാകുക, തലവേദന പീക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ രണ്ടായിട്ട് കാണുക, ഡബിൾ വിഷൻ കാണുക, തലവേദനയോട് കൂടി അപസ്മാരം പോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ തലവേദന ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് ബോധക്ഷയം ഉണ്ടാകുക. ഇതൊക്കെ അപകടകരമായ സൂചനകളാണ്. ഓ ഓക്കെ. എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ അത്രയും റിക്കവറി അങ്ങനെയുണ്ടോ? അതെ, ഞാൻ ഈ 25 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് കഴിഞ്ഞ ലേറ്റ് ഓൺസെറ്റ് സീജേഴ്സ് എപ്പോഴും ബ്രെയിനുള്ളിൽ എന്തോ ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നുണ്ടുള്ളതിൻ്റെ സൂചനയാണ്. അപ്പോൾ നമ്മൾ ആസ് എ ന്യൂറോ സർജൻ നമുക്ക് ആദ്യം മൈൻഡിൽ പോകുന്നത് ബ്രെയിൻ ട്യൂമർ ആണോ എന്നുള്ളതാണ്. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കൊരു മിഥ്യാബോധമുണ്ട് ബ്രെയിൻ ട്യൂമർ എല്ലാം ക്യാൻസറസ് ആണെന്നുള്ളത്. അങ്ങനെയല്ല, പല ബ്രെയിൻ ട്യൂമറും ബിനൈൻ ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ട്. അത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സർജറിക്കൂടെ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി കീ ഹോൾ സർജറി കൂടെ നമുക്ക് ക്യൂർ ചെയ്യാവുന്ന പല അത് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു അപകടകരമായ സൂചനകളുള്ള തലവേദനയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ന്യൂറോ സർജനെ ന്യൂറോളജിസ്റ്റിനെ കണ്ട് സ്കാൻ ചെയ്യുകയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം. ഇത് നമ്മൾ ഒരു തലവേദന വരുന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക? ഒരു വിക്സ് നമ്മളുടെ കയ്യിലുള്ളതെടുത്ത് ബാം പുരട്ടി അത് മാറും. അടുത്ത തവണ വരുന്ന സമയത്ത് ഇത് ചെയ്യും. പിന്നീട് ഇതൊരു റൊട്ടീനായി മാറും. ചിലപ്പോൾ ഇത് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരാളപ്പുറം വിക്സ് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുത്ത് തേക്കാനുള്ള ഒരു ടെൻഡൻസി മലയാളികൾക്ക് ഭയങ്കര കൂടുതലാണ്. ഈ വിക്സ് എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ തലയിൽ പുരട്ടുന്ന സമയത്ത് എന്ത് മെക്കാനിസം ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്? അത് സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ എന്താ അതിൻ്റെ മെക്കാനിസം? വിക്സ്, അമൃതാഞ്ജൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ടൈഗർ ബാം എന്നുള്ള പല തലവേദനയ്ക്കും ഒക്കെ ഇതൊക്കെ ഒരു ലോക്കൽ സുഖം കിട്ടുന്ന ഒരു മരുന്നുകളാണ്. അല്ലാതെ ഹെഡേക്കിൻ്റെ ആ എക്സാക്ട് റീസനെ ചികിത്സിക്കുന്ന ഇതല്ല. അപ്പോൾ അതൊരു ഈ തലവേദന വന്നു, തലവേദനയ്ക്ക് വേണ്ട സ്കാനും ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെ വരുന്നത്, പലപ്പോഴും രോഗികൾ വരും തലവേദന എന്ന് പറഞ്ഞ് വരും, നമ്മൾ സ്കാനും ചെയ്യും, എല്ലാം നോർമലാണെന്ന് പറയും, ബ്ലഡ് പ്രഷർ നോർമലാണ്, വേറൊരു കുഴപ്പമില്ല, എന്നാൽ പോലും അവരുടെ തലവേദന മാറത്തില്ല. മൈഗ്രെയിൻ ആയിരിക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ മൈഗ്രെയിൻ അല്ലെങ്കിൽ പ്രഷർ കൂടിയ ഹെഡേക്ക്, അതല്ലാത്ത പല ടൈപ്പ് ഹെഡേക്സ് ഉണ്ട്. അതൊക്കെ ഈ ഒരു രോഗം പോലെ മാറാതെ നിൽക്കും. അങ്ങനെയുള്ളവരാണ് ഈ പറഞ്ഞ മാതിരി വിക്സും ഇങ്ങനെയുള്ള ഇതിൽ ചെറിയ അവർക്ക് സുഖം കിട്ടുന്നത്. അങ്ങനെയുള്ളവരത് ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ ഒരു ടെസ്റ്റും ചെയ്യാതെ നേരിട്ട് വിക്സും അമൃതാഞ്ജനും ടൈഗർ ബാമും ഉപയോഗിക്കുന്നതിൽ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ടെസ്റ്റുകൾ തീർച്ചയായിട്ടും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വിട്ടുവിട്ട് തലവേദന വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി മൈഗ്രെയിൻ ഉള്ള ആളുകളെ ഫോളോ ചെയ്യേണ്ട ഏതെങ്കിലും ഭക്ഷണ രീതികളോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട എന്തെങ്കിലും ഭക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൊതുവേ അത് അവർക്ക് തന്നെ അറിയാൻ സാധിക്കും. അത് ഓരോ വ്യക്തികൾക്കും ഡിഫറെൻ്റ് ആണ്. പലർക്കും അവർക്ക് തന്നെ അറിയാൻ പറ്റും ഏത് ഭക്ഷണ രീതികളാണ് അവർ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. പൊതുവേ സീസ് എന്ന് പറയും, കൊക്കോ, കഫെയിൻ, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഇങ്ങനെയുള്ള ചില സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചില പദാർത്ഥങ്ങളാണ് ജനറലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊരു സജസ്റ്റീവ് തെറാപ്പി ആയിട്ട് പറയും. ചില ടൈപ്പ് ഓഫ് ഹെഡേക്സ് ഇങ്ങനെയുള്ളത് കോഫി കുടിച്ചാൽ തലവേദന വരും, ഐസ്ക്രീം കഴിച്ചാൽ തലവേദന വരും, കൊക്കോ പദാർത്ഥം ഉള്ള ഘടകങ്ങളുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വരും. അപ്പം ഇങ്ങനെയുള്ള പിന്നെ പലർക്കും അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് തന്നെ അറിയാം ഇത് കഴിച്ച് കഴിയുമ്പം വരും, സ്ട്രെസ്സ് വരുമ്പോൾ വരും, അങ്ങനെ ഉറക്കമില്ലായ്മ വരുമ്പോൾ തലവേദന വരും. അത് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് അവോയ്ഡ് ചെയ്യാം. ഈ കുറച്ച് കാലങ്ങളായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തെന്നറിയോ? എനിക്ക് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്കൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നലെ രാവിലെ കഴിച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. മിനിയന്നാൾ എന്താ നടന്നതെന്ന് ആക്ച്വലി ഞാൻ മറന്നു. എനിക്ക് മിനിയന്നാളത്തെ കാര്യം റീകളക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും പെടും. മിനിയന്നാളത്തെ കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആളുകളുടെ ടെൻഷൻ. അപ്പോൾ അൽഷിമീസ് പോലുള്ള എന്തെങ്കിലും അപ്പോൾ ഓർമ്മപ്പെശക് നമുക്ക് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കും. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ഓർമ്മക്കുറവ് പറയുമ്പോൾ തന്നെ രണ്ട് രീതിയിലുള്ള ഓർമ്മക്കുറവുണ്ട്. പഴയ കാര്യങ്ങൾ മറന്നു പോവുക, ഈ അടുത്തുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ എല്ലാവർക്കും പഴയ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങളും പണ്ട് പഠിച്ച പാട്ടുകളൊക്കെ ഓർമ്മ കാണും. പക്ഷേ ഈ പറഞ്ഞ രാവിലെ കഴിച്ച ഭക്ഷണം, ഇന്നലെ കണ്ട വ്യക്തി ആരായിരുന്നു, ഫോണിൽ ആരായിട്ട് സംസാരിച്ചു, അങ്ങനെയുള്ളത് റീസെൻറ്റ് മെമ്മറി ലോസ് പ്രോബ്ലം ആകാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ആണെന്നല്ല. പക്ഷേ
ഈ മെമ്മറി ലോസ് എന്ന് പറയുമ്പോൾ അത് ഈ നേരത്തെ അപസ്മാരം എന്ന് പറഞ്ഞ മാതിരി ഒരു സ്പെക്ട്രമാണ്. പല കാരണങ്ങൾ കൊണ്ടാകാം. അതിലൊന്നാണ് ഡിമെൻഷ്യ, നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിലൊരു കാരണമാണ് അൽഷീമേഴ്സ്. അൽഷീമേഴ്സ്, പിന്നെ മൾട്ടി ഇൻഫാക്ട് ഡിമെൻഷ്യ, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിനൊന്നും ഇതുവരെ വ്യക്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. അത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വരാതെ എങ്ങനെ ശ്രദ്ധിക്കുന്നുള്ള മരുന്നല്ല, കൃത്യമായിട്ടുള്ള ഒരു അതിനും പ്രിവെൻറ്റീവോ പ്രൊഫൈലാക്റ്റിക് ആയിട്ടുള്ള രീതികളും പറഞ്ഞിട്ടില്ല. എന്നാലും റെഗുലർ ആയിട്ടുള്ള എക്സസൈസസ്, ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എക്സസൈസസ്. ഫിസിക്കൽ എക്സസൈസിന് നല്ല റോളുണ്ട്. റെഗുലർ ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസസ് ബ്രെയിനിൽ കുറച്ച് ചില ന്യൂട്രോഫോബിക് ഫാക്ടേഴ്സിനെ പ്രൊഡക്ഷൻ കൂട്ടുകയും ഇങ്ങനെയുള്ളവർക്ക് അൽസീമേഴ്സും മെമ്മറി ലോസും വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ മെൻ്റൽ എക്സസൈസസ്, ഇപ്പം ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ വായനയൊക്കെ വളരെ കുറയും. പക്ഷേ സിമ്പിളായിട്ടുള്ള കാര്യം, പത്രത്തിൽ വരുന്നത് സുഡോക്കു ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ട് കേട്ട പാട്ട് ആവർത്തിച്ച് പാടാൻ നോക്കുക, ശ്ലോകങ്ങൾ അറിയാമെങ്കിൽ അത്, അല്ലെങ്കിൽ കവിതാ പാരായണം, ഇങ്ങനെയുള്ള ചില മെൻ്റൽ എക്സസൈസസ് കൂടി നമുക്കിത് ഒരു പരിധി വരെ ഇത് വരാതെ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ആസ് എ സർജൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സർജിക്കൽ ക്യൂർ ഉണ്ടോ എന്നാണ് നോക്കുക. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഈ പ്രായമായി കഴിഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറി ലോസോട് കൂടിയ ഒരു കണ്ടീഷനാണ് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫലസ് എന്ന് പറഞ്ഞു. നേരത്തെ ഞാൻ റേസ്ഡ് പ്രഷർ പറഞ്ഞു, ബ്രെയിനകത്ത് പ്രഷർ കൂടുന്ന, വെള്ളം കെട്ടുമ്പോൾ പ്രഷർ കൂടുന്ന സാഹചര്യം പറഞ്ഞു. ഇത് നോർമൽ പ്രഷർ, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ബ്രെയിനിൽ, പക്ഷേ ബ്രെയിനകത്ത് പ്രഷർ കൂടിയിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് 3 രോഗലക്ഷണങ്ങളാണ് കാണുന്നത്. ഒന്ന്, അവരുടെ ചലനം വളരെ സ്ലോ ആകും. നടക്കുന്നത് തന്നെ ഇങ്ങനെ കൊച്ചുകുട്ടികൾ പിച്ച് വെച്ച് നടക്കുന്ന മാതിരിയുള്ള ചലനം. ഓർമ്മക്കുറവ്, മൂത്രത്തിന് കൺട്രോൾ നഷ്ടപ്പെടുക. ഇതിനെയാണ് നമ്മൾ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫലസ് എന്ന് ട്രയാഡ് എന്ന് പറയാം. ഇങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് പറഞ്ഞ പോലെ സ്കാനും 12 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഓപ്പറേഷനിൽ കൂടി വളരെയധികം ഗുണം ലഭിക്കും. നമുക്ക് എൻ്റെ തന്നെ എക്സ്പീരിയൻസിൽ പലർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അല്ല, പ്രധാനമായിട്ട് അവരുടെ വാക്കിംഗ് ആണ് ഇമ്പ്രൂവ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു പരിധി വരെ ഓർമ്മക്കുറവും യൂറിൻ്റെ കൺട്രോളിനും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് സാധിക്കും. പക്ഷേ അൽഷീമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു സർജിക്കൽ ക്യൂർ ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ പനിയൊക്കെ കൂടുന്ന സമയത്ത് നമ്മളുടെ തുണി നനച്ചിടുമല്ലോ തണുപ്പ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അപസ്മാരം വരുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ പനി കൂടുന്ന സമയത്ത് അപസ്മാരം വരാനുള്ള ചാൻസ് എന്താ അതിൻ്റെ കാരണങ്ങൾ? സാധാരണ കുട്ടികളിലാണ് അത് കാണുന്നത്. ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും നമ്മൾ. അത് 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ, അതായത് 100 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ വരുമ്പോഴാണ് സാധാരണ വരുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് ഈ അപസ്മാരം. ചിലവർക്ക്, എല്ലാവർക്കും വരണമെന്നില്ല, എല്ലാവർക്കും, നമുക്കൊക്കെ കുട്ടിക്കാലത്ത് പനിയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അപസ്മാരം വന്നിട്ടില്ല. അതിൽ തന്നെ ഈ പറഞ്ഞ മാതിരി വരാനുള്ള ചിലവർക്ക് കുറച്ച് പ്രവണതയുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉള്ള അപസ്മാരമുള്ള കുട്ടികൾക്കാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ഓൾറെഡി തന്നെ മുമ്പേ ബ്രെയിനിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്കത് വരാൻ സാധ്യതയുണ്ട്. ഈ പനിയോടുകൂടി വേറെ ഏതെങ്കിലും ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് കുറയുക, അങ്ങനത്തെ വേറെ പ്രശ്നം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രെയിനിൽ, അങ്ങനെയുള്ളവർക്ക് അതിൽ സാധാരണ കൂടുതലാണ്. അപ്പം അഗെയിൻ ഈ എന്തുകൊണ്ട് പനി വേറെ സാധാരണ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അവർക്ക് ബ്രെയിനിൽ വേറെ ഒരു പ്രോബ്ലം ഇല്ലാത്ത കുട്ടി എന്നാണ് നമ്മൾ. അതായത് ഓൾറെഡി അപസ്മാരമുള്ള ഒരു കുട്ടിക്ക് പനി വരുമ്പോൾ അപസ്മാരം വന്നു കഴിഞ്ഞാൽ അതിനെ ഫെബ്രൈൽ സീഷർ എന്ന് പറയില്ല. ബ്രെയിനിൽ ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു കുട്ടിക്ക് പനിയോടുകൂടി വരുന്ന അപസ്മാരത്തിനാണ് നമ്മൾ ഈ പ്രായത്തിൽ 6 മാസം തൊട്ട് 5 വയസ്സ് വരെ വരുമ്പോഴാണ് നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുക. അപ്പം അതിൽ ടെൻഡൻസി ഉള്ളത് കുടുംബത്തിൽ അപസ്മാരം ഉള്ളതും ബ്രെയിനിൽ വേറെ എന്തെങ്കിലും ഇതിനു മുമ്പ് കണ്ടുപിടിക്കാത്ത പ്രോബ്ലം ഉള്ളവർക്കൊക്കെ കൂടുതൽ സാഹചര്യമുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രോബ്ലം കാരണമാണ് അത് വരുന്നത്. അതിനെ തന്നെ നമ്മൾ കോംപ്ലെക്സും സിമ്പിളും 2 രീതിയിലുള്ളതുണ്ട്. വളരെ ഷോർട്ടായിട്ട് വരുന്നതും കുറേ നേരം നീണ്ടു പോകുന്നതും ഉള്ളതുണ്ട്, സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ്. സാധാരണഗതിയിൽ ഇതെല്ലാം ബിനൈനാണ്. കുറഞ്ഞു കഴിയുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ലാതെ റിക്കവറി. എന്നിരുന്നാൽ കൂടി ഇത് 5% പേർക്ക് ഭാവിയിൽ അപസ്മാരം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ അതായത് ഒരു കുഴപ്പമില്ലാത്ത കുട്ടികളായിരിക്കും, അതിന് മുൻപ് എപ്പിലെപ്സി വരാത്ത, അല്ലെങ്കിൽ ജന്മനാൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വരുന്നത് കാണാം, വിത്തൗട്ട് എനി വാർണിങ്സോ ഒന്നും ഇല്ലാതെ, സിഗ്നൽസോ ഒന്നും ഇല്ലാതെ. അതെന്തായിരിക്കും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരാനുള്ള റീസൺസ്? അതെ, അത് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ കുട്ടികൾക്ക് ചിലത് ജുവനൈലായിട്ട് വരുന്ന അപസ്മാരമുണ്ട്. അതായത് കുട്ടിക്കാലത്തൊന്നും വരത്തില്ല, അവർ അഡോളസൻസ് ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന അപസ്മാരമുണ്ട്.
അതിനു മുമ്പ് ഞാൻ ഒന്ന് കാര്യം പറഞ്ഞോട്ടെ, കുട്ടികളിൽ പറ്റില്ല ഒരു 25 വയസ്സ് കഴിഞ്ഞ് ലേറ്റ് ഓൺസെറ്റ് സീജേഴ്സ് എന്ന് പറഞ്ഞു. 25 വയസ്സ് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അപസ്മാരം വരികയാണെങ്കിൽ അതിനെ നമ്മൾ ലേറ്റ് ഓൺസെറ്റ് സീജേഴ്സ് എന്ന് പറയും. അത് കുറച്ച് അപകടകാരിയാണ്. അത് പലപ്പോഴും ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമറോ ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും ഒരു ഫോക്കസിൻ്റെ ഒരു ലക്ഷണമാണ്. കുട്ടികളിൽ പലപ്പോഴും വരുന്നത് ഇങ്ങനെ വരണമെന്നില്ല. കുട്ടികൾക്ക് 25 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വരുന്നത് ജന്മനാ ഉള്ള പ്രോബ്ലം ആയിരിക്കും. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ഈ പനിയോടുകൂടി അപസ്മാരം വരാനുള്ള സാധ്യത. പിന്നെ കുറേ കാലം അപസ്മാരം ഇല്ലാതിരിക്കും. ഇപ്പോൾ പനിയോടുകൂടി ഒരിക്കൽ അപസ്മാരം വന്നു 6 മാസം 5 വയസ്സിൻ്റെ ഇടയ്ക്ക്. പിന്നെ കുറേ കാലം സ്കൂളിലൊന്നും ഒരു കുഴപ്പമില്ലാതെ കളിച്ചിരിച്ചു പോയി. പിന്നെ ഒരു 16-17 വയസ്സാകുമ്പോൾ അപസ്മാരം വരാൻ തുടങ്ങുന്നു. അത് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രായം കഴിയുമ്പോഴാണ്. പിന്നെ ചിലത് ആ പ്രായത്തിൽ ചിലത് ജുവനൈൽ മൈക്ലോണിക് എപ്പിലെപ്സി എന്നൊക്കെ പറഞ്ഞ് ചിലതുണ്ട്. അതിങ്ങനെ ക്ലാസ് ലെവൽ ശ്രദ്ധിക്കുന്നതന്നെ എങ്ങനെയായിരിക്കും, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പേന തെറിച്ച് പോകുന്നു, കൈ കൺട്രോൾ ഇല്ലാതെ കൈ ജേർക്സ് വരുന്നു, അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയൊരു ഡോസ് മരുന്നിൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. അതിനൊക്കെ വളരെ പ്രത്യേകിച്ച് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള വേറെ ടെസ്റ്റുകളൊന്നും വേണ്ട. ഒരു സിമ്പിൾ EEGയിൽ തന്നെ അവർക്കൊരു വളരെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു EEGയിലെ ഒരു പ്രത്യേകത കാണും. അത് കാണുമ്പോൾ അത് ഇങ്ങനത്തെ എപ്പിലെപ്സി ആണെന്ന് കണ്ടുപിടിക്കാനും മരുന്നിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും. പലപ്പോഴും അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ റിക്കവറുമായി നിന്നും പോകാറുണ്ട്. ചിലവർക്ക് വളരെ ചെറിയൊരു ഡോസിൽ മരുന്ന് മാത്രം മതിയാകും.